ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. നല്ലൊരു മീൻ കറി കേട്ടോ. മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൂർക്കയും അതുപോലെ കുഞ്ഞമത്തിയും കൂടി പരസ്പരം ഒന്നിപ്പിച്ച നല്ലൊരു മീൻ കറി കേട്ടോ. അത് ഇതുപോലെ ഉണ്ടാവും. കണ്ട, അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല ചൂടോടെ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ, ഇതുപോലെ പ്ലേറ്റ് കാലിയാവും. രാത്രിയാകുമ്പം ചട്ടിയിലേക്ക് ചോറിട്ടൊരു കഴിച്ചിട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞമത്തി എടുത്തിട്ടുണ്ട്, നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 750 ഗ്രാം. അതുപോലെ ഒരു 1/2 കിലോ കൂർക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് നമ്മുടെ കൂർക്ക ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 15 മുതൽ 20 വരെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കുക. അതിലേക്ക് പച്ചമുളക്, എൻ്റെ അടുത്തുള്ളത് പഴുത്ത മുളകാണ്, അത് ചേർത്തു. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ഉപ്പ് ഹിമാലയൻ സാൾട്ടാണ് കേട്ടോ, പിങ്ക് സാൾട്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ മതിയേ, അതും ചേർത്ത് കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ തിരുമ്മിയെടുക്കുക. നമ്മൾ ചേർത്ത കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതൊന്ന് ആ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരണം കേട്ടോ. അതുവരെ വേണമെന്ന് തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ അതിൻ്റെ നീരൊക്കെ വന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുക. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം, നോർമൽ വാട്ടർ, നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൂർക്കിലൊന്ന് ആദ്യം വേവണം. വേവാന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്ത് പോരുത്, ഒരു 1/4 ഭാഗം വേവാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് നമ്മുടെ കൂർക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടില്ല കേട്ടോ, ഒരു 1/4 ഭാഗം വേവ്. വേവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു പാകത്തിൽ വേവായാൽ മതി. അത് കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉടഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ, മത്തിയാണ് കേട്ടോ. കുഞ്ഞമത്തി കിട്ടുകയാണെങ്കിൽ അതാ കൂടുതൽ ടേസ്റ്റ്. മീനും ചേർത്ത് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത കുടംപുളി, ഒരു 3 അല്ലി കുടംപുളി, അതും കൂടിയും ചേർക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഗ്രേവി തിളച്ച് മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടോ. കൂർക്കലിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു വറവലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് കിട്ടോ. തുറന്നപ്പോൾ എന്തൊരു മണമെന്നറിയോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഒരു 5-6 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ഉലുവ, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നേരെ നമ്മുടെ മീൻ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇത് മീൻ കറി ഇങ്ങനെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു മണം, അതിൻ്റെ ഒരു ആവി വരുന്ന എന്തൊരു മണമെന്നറിയോ. വറവിലും കൂടിയും ചേരുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. കിടിലൻ ടേസ്റ്റ് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. കൂർക്കൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെയ്യാം. ഇനി നമ്മളിവിടെ ചോറെടുത്തിട്ടുണ്ട്. ചോറിലേക്ക് നമ്മുടെ ആ ഒരു കറി അങ്ങോട്ട് ഒഴിച്ചെടുക്കുക, മീൻ കറി അങ്ങോട്ട് ഒഴിച്ചെടുക്കുക, കൂർക്കലും എടുക്കുക, മത്തിയും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് ആ മുളകൊക്കെ ഈ കറിയിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. പഴുത്തതായതുകൊണ്ട് ഒരുപാട് എരിവൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ആ കൂർക്കയും അതുപോലെ ഞാൻ എടുത്തിരിക്കുന്നത് തോരൻ എന്ന് പറയുന്നത് കോവയ്ക്കാണ് കേട്ടോ. കോവക്കത്തോരനാണ്. അതൊന്നൊരു കോവയ്ക്കും കൂടി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ഇതുപോലൊരു പിടുത്തം പിടിച്ചുണ്ടല്ലോ, എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. രാത്രി ആയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കറി വെച്ച ചട്ടിയിലേക്ക് ചോറങ്ങോട്ട് ഇട്ടിട്ട് കഴിച്ചു കേട്ടോ. ഇതൊക്കെയാണ് അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് ആ ചട്ടിയിൽ ചോറിട്ടിട്ട് ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.